പിങ്കി മോളെ, എടി പിങ്കി മോളെ, ഇവളിത് എവിടെ പോയി? ആ, വന്നല്ലോ. എന്താടി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ, ചോദിച്ചോ. അമ്മ എന്നെ ദത്തെടുത്തതാണോ? അതെന്താടി ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അമ്മയുടെ അച്ഛൻ്റെയും എൻ്റെ കൂടെയുള്ള സ്വഭാവം കണ്ടിട്ട് ചോദിച്ചു പോയതാ. അല്ല, അമ്മയും അച്ഛനും നിനക്ക് ദോഷമായി എന്താടി ചെയ്തത്? ക്ലാസ്സിലെ ഓരോ പിള്ളേർ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് എത്ര രൂപയെന്ന് അറിയാമോ കൊണ്ടുവരണത്? അതേസമയം നിങ്ങൾ എനിക്ക് തന്നത് വെറും ബസ്സിനുള്ള കാശാ. അതിന് നീ ആഹാരമൊക്കെ കൊണ്ടുപോകുന്നില്ലേ? പിന്നെ എന്തിനാ കാശ്? എൻ്റെ അമ്മേ, ഇത് പണ്ടത്തെ കാലമല്ല. ഇന്നെല്ലാം വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ട് കഴിക്കുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി അമ്മേ. ഇന്ന് എന്തിന് ഇരുന്ന് ഓർഡർ ചെയ്താലും ഉടനെ ഫുഡ് നമ്മുടെ മുന്നിൽ എത്തും അമ്മേ. അങ്ങനത്തെ അവസ്ഥയാണ്. എടി, ഞങ്ങളൊക്കെ വളർന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഓ, തുടങ്ങി ഫ്ലാഷ് ബാക്ക്. എൻ്റെ അമ്മേ, 10 പൈസയുടെ കാരക്കയുടെ കാര്യമല്ലേ, ഞാൻ കേട്ട് കേട്ട് മടുത്ത്. അല്ലടി, നീ ഒന്നും കൂടെ കേൾക്കണം. പണ്ട് എൻ്റെ അച്ഛനെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടല്ലോ, 10 പൈസ എനിക്ക് തരുമായിരുന്നു വല്ല ദിവസവും. സ്കൂളിൽ ഇൻ്റർവെല്ലിന് മണിയടിക്കുമ്പോഴേ ഞങ്ങൾ ഈ 10 പൈസയും കൊണ്ട് ഓടും, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കാരയ്ക്കക്കാരി അമ്മച്ചിയുടെ അടുത്ത്. അമ്മച്ചി 10 പൈസയ്ക്ക് 4 കാരയ്ക്ക തരുമായിരുന്നു. 2 എൻ്റെ ഫ്രണ്ടിന്, 2 എനിക്ക്. ആ കാരയ്ക്കയിൽ മുളകൊക്കെ അരച്ച് തേച്ച് അവിച്ച് പറക്കി വച്ചിരിക്കും. ആ കാരയ്ക്ക തിന്നാനുള്ള ടേസ്റ്റ് ഇപ്പോഴും വായിൽ വെള്ളം നുറയണം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കാലമൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലടി എനിക്ക്. ഓ അമ്മേ, മതി, എനിക്ക് തല പെരുക്കുന്നു. അമ്മ അച്ഛനോട് പറഞ്ഞ് എനിക്ക് ദിവസം അല്പം പൈസ കൂട്ടിത്തരാൻ പറയണം.